വൈകുന്നേരം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇങ്ങനെ രാജാവിനെ പോലെ കഴിയാൻ പറ്റും കേട്ടോ. അതായത് ഈ സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ച് ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്നാണല്ലോ. അതുപോലെ ഞാൻ കാപത്ത് തിന്നാൻ വേണ്ടി ദോശമാവും ഇഡ്ലിമാവും കൂടെ അരച്ച് ഫ്രീസറിലോട്ട് കയറ്റി, ഫ്രീസറിലല്ല ഫ്രിഡ്ജിലോട്ട് കയറ്റി. എന്നിട്ട് ഇന്ന് ഞാൻ കറികളൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു മെഴുക്ക് വരട്ടിയും പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരപ്പൊക്കെ തേച്ച് ഞാൻ ചിക്കൻ എടുത്ത് പുറത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തടുക്കാൻ വേണ്ടി എടുത്ത് പുറത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഉള്ളിയെല്ലാം അരിഞ്ഞു. എന്നിട്ട് വേഗം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് സവാള വാട്ടാൻ വേണ്ടി വെച്ചു. അപ്പുറത്ത് പയറിൽ ഞാൻ ഇന്ന് കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മ എനിക്കാണെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വെളുത്തുള്ളി ആദ്യം ഞാൻ പേസ്റ്റ് ആക്കി ഇതാണ്ട് ഇങ്ങനെ കണ്ടെയ്നറിലാക്കി സെറ്റാക്കി വെച്ചേക്കാണ്. അടുത്തത് ഇനി എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ ചിക്കൻ കറിയുടെ ചിക്കനും എല്ലാം ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഓടിപ്പോയി ഗേറ്റ് ഒക്കെ തുറന്നു കൊടുത്തിട്ട് നിൽക്കാൻ സമയമില്ല ഏട്ടാന്ന് പറഞ്ഞിട്ട് ഓടി അകത്തോട്ട് വന്നിട്ട് വീണ്ടും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് അരച്ച് പേസ്റ്റ് ആക്കിയോ അതും കണ്ടെയ്നറിലാക്കി വെച്ചു. ഈ ഒരു ചോപ്പർ ഉണ്ടായതുകൊണ്ട് എല്ലാം ഷടയെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. വെളുത്തുള്ളി ഇഞ്ചി ഞാൻ കുറച്ച് തോനെ അരച്ച് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലുള്ള സെപ്പറേറ്റ് ചെയ്യുന്ന കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് ആവശ്യത്തിന് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ പിന്നെ അപ്പോഴത്തേന് ആഹാരം എല്ലാം റെഡിയാക്കി ഏട്ടന് ആഹാരം കൊടുത്തു. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ മക്കളെ. ടാറ്റാ ബൈ, സീ യു.